റോണി കെ ബേബി, ഇവിടെ രാഹുൽ ഗാന്ധി പറയുന്നതിന് മെറിറ്റ് ശരിയാണ്, വോട്ടർ പട്ടിക ക്ലീൻ അല്ല. ഈ വോട്ടർ പട്ടിക ക്ലീൻ അല്ല എങ്കിൽ ആ വോട്ടർ പട്ടിക ക്ലീൻ ആക്കുവാനുള്ള പ്രവൃത്തികളോട് നിങ്ങൾ സഹകരിക്കാത്തത് എന്താണ്? അതും കൂടി ഉണ്ടല്ലോ. ഇവിടെ വോട്ടർ പട്ടിക ക്ലിയർ ആക്കുവാൻ വേണ്ടി, സുതാര്യമാക്കുവാൻ വേണ്ടി, സത്യസന്ധമാക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളോട് കോൺഗ്രസ് എവിടെയാണ് സഹകരിക്കാത്തത്? ഇവിടെ വളരെ കൃത്യമായി തന്നെ ഇവിടെ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. രാഹുൽ ഗാന്ധി പലതാണ് പറഞ്ഞത്. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ മണിക്കൂറുകൾക്കകം ഈ വോട്ടർ പട്ടികയിലുള്ള ഇരട്ട വോട്ടുകളും വ്യാജ വോട്ടുകളും ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പോലും കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പോലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞത് ആ സോഫ്റ്റ്വെയർ ഞങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറല്ല എന്നാണ്. എന്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ഇത് ഉപയോഗിക്കാൻ തയ്യാറാകാത്തത്? ഇവിടെ ഈ രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിക്കുമ്പോൾ അവിടെ BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും രണ്ടുപേരുടെ സ്വരം ഒന്ന് തന്നെയാണ്. നമുക്ക് അതിനെ രണ്ടിനെ വേർതിരിച്ച് പറയാൻ കഴിയുന്നില്ല. രണ്ടുപേരും പറയുന്നത് കോൺഗ്രസ് പരാതി കൊടുത്തില്ല, അല്ല രാഹുൽ ഗാന്ധി പരാതി കൊടുത്തില്ല. ഈ ഹരിയാനയുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ വളരെ കൃത്യമായി പറയാം. ഹരിയാന തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ഉടൻ തന്നെ അതിന്റെ ആയി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫലം അട്ടിമറിക്കപ്പെട്ടതാണ്, ഇത് ആസൂത്രിതമായി വോട്ട് ചോരി നടത്തിയതാണ് എന്ന് വളരെ കൃത്യമായി തന്നെ ഞങ്ങൾ ആരോപണം ഉന്നയിച്ചതാണ്. കോൺഗ്രസിന്റെ 16ഓളം സ്ഥാനാർത്ഥികൾ കോടതിയിൽ കേസുകൾ ഫയൽ ചെയ്തതാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ കേസുകൾ ഫയൽ ചെയ്തതാണ്. ബഹുമാനപ്പെട്ട ചണ്ഡീഗഡ് ഹൈക്കോടതി, നിങ്ങൾ കൃത്യമായി തന്നെ കേൾക്കണം, ബഹുമാനപ്പെട്ട ചണ്ഡീഗഡ് ഹൈക്കോടതി ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ വെബ് ക്യാമറ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ പുറത്തു വിടണം, പരാതിക്കാർക്ക് പരിശോധിക്കുവാൻ നൽകണം എന്ന് ബഹുമാനപ്പെട്ട ചണ്ഡീഗഡ് ഹൈക്കോടതി ഉത്തരവിട്ടതിന്റെ 14 ദിവസത്തിനകം എന്ത് ചെയ്തറിയോ? കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ ജനപ്രാതിനിധ്യ നിയമം, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അമെൻഡ് ചെയ്തുകൊണ്ട് ആ ആക്ടിൽ പറയാത്ത ഇലക്ട്രോണിക് ഡിവൈസുകൾ, CCTV അല്ലെങ്കിൽ വെബ് ക്യാമറ പോലെയുള്ള ദൃശ്യങ്ങൾ പുറത്തു കൊടുക്കാൻ പാടില്ല എന്ന് ഇവിടെ നിയമ ഭേദഗതി കൊണ്ടുവന്നു. ഇപ്പോൾ ഇവർ ആരെ സഹായിക്കാൻ വേണ്ടിയാണ്? ഇപ്പോൾ ഇവിടെ പറയുന്നത് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗം ശുദ്ധീകരിക്കാൻ വേണ്ടി സഹകരിക്കുന്നതിന് പകരം ഞങ്ങൾ ആരോപണം ഉന്നയിക്കണം എന്ന് പറയുമ്പോൾ അത് ഇതിനെ പറ്റിയാണ് കേട്ടോ, SIR-നെ പറ്റിയാണ്. SIR-ഉമായിട്ട് നിങ്ങൾ സഹകരിക്കുന്നില്ല, അത് SIR ശരിയല്ല, വോട്ടർമാരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് എന്ന് തുടർച്ചയായിട്ട് പറയുന്നതിനെ കുറിച്ചാണ്. SIR-മായി ബന്ധപ്പെട്ട് ഞങ്ങൾ തന്നെ, കാരണം നമുക്കറിയാം ആദ്യം ബീഹാറിൽ SIR നടപ്പാക്കാൻ വേണ്ടി വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങൾ എന്തായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ആ വേ ഓഫ് മോഡ് ഓഫ് ഓപ്പറാൻഡി എന്തായിരുന്നു വളരെ കൃത്യം നമുക്കറിയാം. ആധാർ പോലെ ഡോക്യുമെന്റുകൾ പോലും, അല്ലെ ഈ പറയുന്ന റേഷൻ കാർഡ് പോലും അംഗീകരിക്കാത്ത സംവിധാനം. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയിൽ അവസാന നിമിഷം വരെ ഫൈറ്റ് ചെയ്താണ് ഇലക്ഷൻ കമ്മീഷൻ കുറച്ചെങ്കിലുമൊക്കെ, ഞാൻ പൂർണ്ണമായും എന്ന് പറയുന്നില്ല, എന്നിട്ട് അവസാനം പട്ടിക വന്ന് എന്ത് ചെയ്തു? 48 ലക്ഷം ആളുകൾ. അതിനകത്ത് തന്നെ എന്ത് ചെയ്തു? രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ കൊണ്ടുവന്നു. ആ മരിച്ചവരെന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഒഴിവാക്കപ്പെട്ട ആളുകൾ അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന്, അതുപോലത്തെ ആയിരക്കണക്കിന് 10,000-കണക്കിന് കേസുകൾ എത്തിയുണ്ട്. ഒരു ഗ്രാമത്തിലെ ജനങ്ങളെ തന്നെ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ട വാർത്തകൾ ദേശീയ മാധ്യമം തന്നെ റിപ്പോർട്ട്. ഞങ്ങൾക്ക് അതിനകത്ത് ഇപ്പോഴും ഞങ്ങളെ കാണാം. അത് പരിശോധിച്ചു കഴിഞ്ഞാൽ മഗധ റീജിയൻ BJPക്ക് അല്ലെങ്കിൽ JDU-വിന് വ്യക്തമായ മുൻതൂക്കമുള്ള മഗധ മേഖലയിൽ എന്ത് ചെയ്തിരിക്കുന്നു? വളരെയധികം പുതിയ വോട്ടർമാരെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് സ്വാധീനമുള്ള സീമാഞ്ചൽ പോലെയുള്ള മേഖലകൾ എന്ത് ചെയ്തിരിക്കുകയാണ്? കൂട്ടത്തോടെ വോട്ടർമാരെ ഒഴിവാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോഴും ഈ SIR-ന്റെ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് ഒറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി. 1985 ആസാം കരാർ തൊട്ട് BJP ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആസാമിൽ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണം, ഇവിടെ ഈ പറയുന്ന പൗരത്വ രജിസ്റ്റർ കൊണ്ടുവരണം. കാര്യം ചോദിക്കട്ടെ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങൾ എന്തുകൊണ്ട് ആസാമിൽ മാത്രം ഈ പറയുന്ന ഇത് നടപ്പാക്കുന്നില്ല, അല്ലെങ്കിൽ ഈ SIR നടപ്പാക്കുന്നില്ല? അപ്പോൾ വളരെ വ്യക്തമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ SIR ആസാമിൽ ഇത് നടപ്പാക്കാൻ വേണ്ടി ഭയപ്പെടുന്നത്? കാരണം BJP അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശ ലക്ഷ്യം വളരെ വ്യക്തമാണെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് വോട്ടർ പട്ടികയുടെ വളരെ കൃത്യമായിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള ശുദ്ധീകരണമാണെങ്കിൽ അവർ ലക്ഷ്യം വയ്ക്കേണ്ടത് എന്ന് പറയുന്നത് ആസാമിലായിരുന്നു. ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ ടൈറ്റിൽ തന്നെ രാഹുൽ ഗാന്ധി പൊട്ടിച്ച ബോംബ് അത് ഏറുപക്ഷമായി മാറിയോ? ഒരു ഏറുപക്ഷമല്ല, ഈ വരാൻ പോകുന്ന പല ബോംബുകളുടെ മുന്നോടി തന്നെയാണിത്. ഇപ്പോൾ മൂന്നാം ഘട്ടമാണ് രാഹുൽ ഗാന്ധി, അല്ലാതെ രാഹുൽ ഗാന്ധി പുതിയ ആരോപണമല്ല. ആദ്യം ഓഗസ്റ്റ് 6-ാം തീയതി വന്നു, സെപ്റ്റംബർ 18-ാം തീയതി വന്നു. ഇത് മൂന്നാമത്തെ കൃത്യമായ ആരോപണമാണ്. ഇന്ത്യയിലെ ജനങ്ങൾ വളരെ കൃത്യമായി തന്നെ വിശ്വസിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പുകൾ പ്പെട്ടു എന്ന്. പിന്നെ ഇവിടെ ചോദിക്കുകയുണ്ടായി കോൺഗ്രസിന്റെ ഇലക്ഷൻ ഏജന്റുമാർ എവിടെപ്പോയി എന്നുള്ളത്. മഹാരാഷ്ട്ര ഇന്ന് വരെ BJPക്ക് അതിനകത്ത് കൃത്യമായി അല്ലെ ഇലക്ഷൻ കമ്മീഷന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. 6 മണിക്ക് ശേഷം ഇലക്ഷന്റെ കൺക്ലൂഡിംഗ് ടൈം കഴിഞ്ഞ് അല്ലെങ്കിൽ വോട്ടിംഗ് സമയം കഴിഞ്ഞ് പുതുതായി 75 ലക്ഷം ആളുകളാണ് മഹാരാഷ്ട്രയിൽ വോട്ട് ചെയ്തിരിക്കുന്നത്. 58% പോളിംഗ്. തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിങ്ങിന്റെ 1 മണിക്കൂർ മുമ്പ് വരെ ഈ പറയുന്ന കൃത്യമായി തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ് വോട്ടിംഗ് ശതമാനം.
58% കൗണ്ടിങ്ങിന്റെ 1 മണിക്കൂർ മുമ്പ് 66% എത്തി. വളരെ കൃത്യമായി ആസൂത്രിതമായ ഈ തെരഞ്ഞെടുപ്പ് എന്നത് ഒരു സംശയം വേണ്ട. ശരി ഇതിനെ ശരി ചാനൽ ഏറുപടക്കമായിട്ടില്ല ചെയ്ത എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം. ശ്രീ പണിക്കർ ഒറ്റ കാര്യം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ അനന്തര ഫോട്ടോ നിയമസഭ ഡ്യൂപ്ലിക്കേഷനും ഈ ഒക്കെ